ഞാൻ ഓപ്പണായി സംസാരിച്ചാൽ, ഞാൻ ഒന്ന് ഇമോഷണൽ ആയാൽ അവൾക്ക് എന്നോടുള്ള അട്രാക്ഷൻ കുറയുമോ എന്ന ചിന്തയോടെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായി കേൾക്കണം. നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. റിലേഷൻഷിപ്പിൽ പലരും ഒരു വലിയ പേടിയുള്ളിൽ വച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ ഇമോഷണൽ ആയാൽ, എൻ്റെ വീക്ക്നെസ് പുറത്ത് കാണിച്ചാൽ, എൻ്റെ ഇൻസെക്യൂരിറ്റീസ് പറഞ്ഞാൽ അവൾക്ക് എന്നോടുള്ള റെസ്പെക്ട് പോകുമോ, അട്രാക്ഷൻ കുറയുമോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രോങ് ആയി അഭിനയിക്കും, കൂളായി ബിഹേവ് ചെയ്യും. പ്രോബ്ലംസ് ഉള്ളപ്പോഴും എനിക്കൊക്കെ ആണെന്ന് പറയും. സ്ലോലി നമ്മൾ ഓപ്പൺ ആകുന്നത് നിർത്തും. ഇവിടെ ഒരു സത്യമുണ്ട് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. അട്രാക്ഷൻ പോകുന്നത് നിങ്ങൾ ഓപ്പൺ ആയതുകൊണ്ടല്ല, നിങ്ങൾ ഒത്തന്റിക് അല്ലാതായപ്പോഴാണ്. ഓപ്പൺ ആകുന്നത് വീക്ക്നെസ് അല്ല, കരയുന്നത് വീക്ക്നെസ് അല്ല. ഐ എം കൺഫ്യൂസ്ഡ്, ഐ എം സ്കെയർഡ്, ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത് വീക്ക്നെസ് അല്ല. പക്ഷെ ഇമോഷൻസ് ഡംപ് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി മറ്റൊരാളുടെ മേലിടുക, വിക്ടിം മോഡിൽ ജീവിക്കുക, ഇതാണ് റിയൽ ടേൺ ഓഫ്. സ്ട്രെങ്ത് എന്നത് ഒന്നും ഫീൽ ചെയ്യാത്തതല്ല, ഫീൽ ചെയ്തിട്ടും അത് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ഒരാൾക്ക് അട്രാക്ഷൻ ഉണ്ടാകുന്നത് നിങ്ങൾ മാസ്ക് ഇടുമ്പോഴല്ല, നിങ്ങൾ നിങ്ങളായി നിൽക്കുമ്പോഴാണ്. കാൽമായി, ഓണസ്റ്റായി, അക്കൗണ്ടബിളായി. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ ഈ ബിലീഫ് വെച്ച് കയറരുത്. ഓപ്പൺ ആയാൽ റെസ്പെക്ട് പോകും എന്ന ബിലീഫ്. വെൻ യു ഓപ്പൺ അപ്പ് ടു ദ റൈറ്റ് പേഴ്സൺ, ഇറ്റ് ഡസൻറ്റ് പുഷ് ദം അവേ, ഇറ്റ് ക്രിയേറ്റ്സ് കണക്ഷൻ. Attraction isn't scared of honesty, it's scared of immaturity. ഇത് ഓർക്കുക, ഓപ്പൺ ആയതുകൊണ്ടല്ല നിങ്ങൾ ലൂസ് ചെയ്യുന്നത്, റോങ് പ്ലേസിൽ ഓപ്പൺ ആയതുകൊണ്ടാണ്.